പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോൺ വഴി അറിയിച്ച കാര്യമാണത്. ട്രയൽ വന്നാൽ അത് പരിശോധിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അലസമായി എഡിറ്റ് ചെയ്തവർക്ക് അഡ്മിഷൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഓരോ കോഴ്സിലും ഓരോ വിഭാഗത്തിനും എത്രയാണ് ഫീസ് വരിക, അലോട്ട്മെൻറ്റ് വന്നാൽ നൽകേണ്ട ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷനായിട്ട് പോകുമ്പോൾ എത്ര തുകയാണ് നൽകേണ്ടി വരിക എന്നീ കാര്യവും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് SMS ആയിട്ട് വന്നിട്ടുള്ള CAP ID-യും അതിൻ്റെ സെക്യൂരിറ്റി കീയും വെച്ചാണ് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ അതിനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ലഭ്യമല്ല, അതുകൊണ്ടാണ് ഡെമോ കാണിക്കാൻ സാധിക്കാത്തത്. ലോഗിൻ ചെയ്താൽ നിങ്ങളെത്തുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പേജിലാണ് അലോട്ട്മെൻറ്റ് അറിയാനുള്ള ലിങ്ക് കാണിക്കുക. നിങ്ങൾക്ക് എവിടെ, ഏത് കോളേജിൽ, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതല്ല, ഇൻഡെക്സ് പ്രകാരമാണ് അലോട്ട്മെൻറ്റ് ലഭിക്കപ്പെടുക. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം ആരും പോയി കോളേജിൽ ജോയിൻ ചെയ്യേണ്ട, കോളേജുമായി ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. യൂണിവേഴ്സിറ്റി പിന്നീട് പ്രസിദ്ധീകരിക്കുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനിൽ മാറ്റം വരുത്താനും അതുപോലെ തന്നെ അപേക്ഷയിൽ മറ്റ് മാറ്റങ്ങൾ വരുത്താനുമുള്ള അവസാനത്തെ അവസരമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്തുണ്ടാകുക. ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷനിൽ വല്ല എഡിറ്റിങ്ങും വരുത്തിയാൽ അവസാനം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. പ്രിൻ്റ് എടുത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല, അതിൻ്റെ PDF ഫയൽ കീപ്പ് ചെയ്താലും മതിയാകുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. ആപ്ലിക്കേഷനിൽ ഓപ്ഷനിൽ ഉൾപ്പെടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ്റെ PDF ഫയൽ പ്രൊഫൈൽ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യുകയെങ്കിലും വേണം. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാലും അതുപോലെ തന്നെ പിന്നീട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോഴും എത്ര തുകയാണ് ഓരോ കോഴ്സിലേക്കും ഓരോ വിഭാഗങ്ങളും ഫീസായിട്ട് നൽകേണ്ടി വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റിൽ താഴെയായി ഫീ സ്ട്രക്ചർ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു മാൻഡേറ്ററി ഫീ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ട് ഓൺലൈനിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അത് SC ST OEC വിഭാഗം വിദ്യാർത്ഥികളാണ് എങ്കിൽ 135 രൂപയും മറ്റുള്ള എല്ലാവരും OBC അതുപോലെ തന്നെ ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾ 540 രൂപയുമാണ് ഓൺലൈനിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഈ ഒരു തുക യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തിരികെ നൽകുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചു പിന്നീട് കോളേജിൽ അഡ്മിഷനായിട്ട് പോകുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ഇലക്ട്രോണിക്സ് എന്നീ കോഴ്സുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ BA, BSc, BCom കോഴ്സുകൾക്കും ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് സീറ്റുകളിലേക്കും 2720 രൂപയാണ് ഫീസ് വരുന്നത്. അതേസമയം കമ്പ്യൂട്ടർ സയൻസിനും ബയോടെക്നോളജി, ഇലക്ട്രോണിക്സ് എന്നീ കോഴ്സുകൾക്ക് 4720 രൂപ ഫീസ് വരുന്നതാണ്. ഈ ഒരു തുകയിൽ നിന്ന് നിങ്ങൾ മാൻഡേറ്ററി ഫീ ആയി ഓൺലൈനിൽ നൽകിയിട്ടുള്ള 540 രൂപ നിങ്ങൾക്ക് മൈനസ് ചെയ്ത് തരുന്നതായിരിക്കും. അതേസമയം ഫീസ് ഇളവിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതിനായി നിങ്ങളുടെ കൈവശം വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 1 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനമെങ്കിൽ ഏകദേശം എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഫീസിൽ ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിൽ നടത്തുന്ന 135 രൂപ മാത്രമാണ് ഫീസ് വരിക. അതേസമയം പല കോളേജുകളിലേക്കും നിങ്ങൾ PTA ഫണ്ടിലേക്കും മറ്റും ചില ഡൊണേഷനുകൾ നൽകേണ്ട സാഹചര്യവും ഉണ്ടാകാറുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫീസിന് പുറമെ ബോട്ടണി, സുവോളജി എന്നിവ പഠിക്കുന്നവർ 500 രൂപയും ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി എന്നിവ പഠിക്കുന്നവർ പ്രാക്ടിക്കൽ ഫീ ആയി എക്സ്ട്രാ ഈ ഒരു തുക അധികമായിട്ട് നൽകേണ്ടി വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലുള്ള സെൽഫ് ഫിനാൻസ് കോഴ്സുകളിലേക്കോ ആണ് എങ്കിൽ ഓരോ 6 മാസവും നിങ്ങൾ സെമസ്റ്റർ ഫീസ് നൽകേണ്ടി വരുന്നതാണ്. 9000 രൂപ മുതൽ 24,000 രൂപ വ്യത്യസ്ത കോഴ്സുകൾക്ക് ഫീസ് വരുന്നുണ്ട്. ഓരോ കോഴ്സിലും എത്ര തുകയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്.
BA, BCom, BBA പോലുള്ള കോഴ്സുകൾക്ക് 9,000 രൂപയാണ് വരുന്നത്. ഇതുകൂടാതെ മറ്റ് ഓരോ കോഴ്സുകളിലേക്കും എത്ര തുകയാണ് വരുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. മൾട്ടിമീഡിയ കോഴ്സുകളിലേക്കാണ് ഓരോ വർഷമല്ല ഓരോ 6 മാസവും 24,000 രൂപ വരുന്നത്. കൂടാതെ കഴിഞ്ഞ വർഷം ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. എല്ലാ കോഴ്സുകളിലേക്കും 12% കൂടി എക്സ്ട്രാ ഫീസ് വാങ്ങാമെന്നുള്ളൊരു റെക്കമെൻഡേഷൻ. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അവർക്കും നന്ദി, നമസ്കാരം.